രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ബസ്സിൽ കയറി. ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ടൂർ മാനേജർ മിസ്റ്റർ റെജിമോൻ ജോസഫ് പറഞ്ഞത്. 90-ലധികം പ്രാവശ്യം വിശുദ്ധ നാടുകൾ സന്ദർശിച്ച ആളാണ് അദ്ദേഹം. അവിടെ നിന്ന് ഗലീലി തടാകത്തിലുള്ള ഒരു ബോട്ടിങ്ങിനാണ് ഞങ്ങളെ ആദ്യം കൊണ്ടുപോയത്. ഈശോയുടെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ഒരു ബോട്ട്. അവിടെ ഞങ്ങൾ ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഫ്രഷ് വാട്ടർ ലേക്കാണിത്. ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധജല തടാകമാണിത്. ഹെർമോൺ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ജോർദാൻ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന നീരുറവകളാണ് ഈ തടാകത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ മുഖ്യ ഉറവിടം. 166 സ്ക്വയർ കിലോമീറ്ററാണ് ഈ തടാകത്തിൻ്റെ വിസ്തീർണം. 21 കിലോമീറ്ററാണ് നീളം. 13 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. തിബേരിയൂസ് തടാകം, കിന്നരത്ത് തടാകം എന്നിങ്ങനെ പല പേരുകളിലും ബൈബിളിൽ ഇത് അറിയപ്പെടുന്നു. ഏതാണ്ട് 27 അധികം തരത്തിലുള്ള ശുദ്ധജല മത്സ്യങ്ങൾ ഈ തടാകത്തിലുണ്ട്. ഇതിൻ്റെ ഒരു വശത്തെ മലനിരകൾ ഗോലാൻ കുന്നുകളാണ്. ഗോലാൻ കുന്നുകളുടെ മറുവശം സിറിയയാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈശോ ഗലീല തടാകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം വെള്ളത്തിന് മുകളിലൂടെ നടന്ന് കാറ്റിനെയും തിരകളെയും ശാസിച്ച് തടാകം ശാന്തമാക്കിയതാണ്. ഞങ്ങളെല്ലാവരും പലതരത്തിലുള്ള കലാപരിപാടികൾ ബോട്ടിൽ അവതരിപ്പിച്ചു. ഞങ്ങൾ തിരിച്ച് സന്തോഷത്തോടെ ബസ്സിൽ കയറി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കഫർനാമാണ്. ദ ടൗൺ ഓഫ് ജീസസ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വളരെ മനോഹരമായ സ്ഥലം. യേശുവിൻ്റെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം. അശുദ്ധാത്മാവുള്ള മനുഷ്യനെയും പത്രോസിൻ്റെ അമ്മായിയമ്മയെയും ശതാധിപൻ്റെ മകനെയും തളർവാദ രോഗിയെയും രക്തസ്രാവക്കാരി സ്ത്രീ എന്നിവരെയും സുഖപ്പെടുത്തിയത് ഇവിടെയാണ്. യേശുവിൻ്റെ കാലത്ത് കഫർനഹൂം വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു. ഇവിടെ ചുങ്കം പിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇവിടെ ചുങ്കം പിരിച്ചിരുന്ന ചുങ്കക്കാരനായ മത്തായിയെ തൻ്റെ ശിഷ്യനാക്കിയത് ഇവിടെ വെച്ചാണ്. ഈശോ പഠിപ്പിച്ചിരുന്ന സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളും പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനമിരുന്ന സ്ഥലത്തിൻ്റെ ഭാഗങ്ങളും നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കും. പൗരാണിക നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ മനോഹരമായ ഒരു വെങ്കല പ്രതിമയും അവിടെയുണ്ട്. ഞങ്ങളെല്ലാവരും അതിനു ചുറ്റും പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു. ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് ബസ്സിലേക്ക് കയറി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് അഥവാ മലയിലെ പ്രസംഗം നടന്ന സ്ഥലമാണ്. അവിടെ ഇറ്റാലിയൻ ആർക്കിടെക്ട് അന്റോണിയോ ബെർലൂച്ചി ഡിസൈൻ ചെയ്ത ഒരു മനോഹര ദേവാലയമുണ്ട്. ഗലീല തടാകത്തിൻ്റെ തീരത്ത് 1937 പണി കഴിപ്പിച്ച ഈ മനോഹര ദേവാലയമുള്ളത്. അഷ്ടസൗഭാഗ്യങ്ങളെ അനുസ്മരിപ്പിച്ചിരുന്ന 8 ആർച്ചുകൾ ഈ ദേവാലയത്തിനുള്ളിലുണ്ട്. ലാറ്റിൻ ഭാഷയിൽ ഓരോ ആർച്ചിലും ഓരോ സൗഭാഗ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ മനോഹരമായൊരു പൂന്തോട്ടവും ഈ ദേവാലയത്തിന് ചുറ്റുമുണ്ട്. കർമലൈറ്റ് സിസ്റ്റേഴ്സാണ് ഇന്ന് ഈ ദേവാലയത്തിൻ്റെ കസ്റ്റോഡിയൻസ്. ഈ മനോഹര സ്ഥലത്തെ ഗാർഡനിൽ ക്രമീകരിച്ചിരിക്കുന്ന അൾത്താരയിൽ ബിജലച്ചനും സക്രിയാച്ചനും കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു ദൈവീയബലി അർപ്പിക്കാനുള്ള ദൈവാനുഗ്രഹവും ഞങ്ങളുടെ ഗ്രൂപ്പിന് ലഭിച്ചു. ഞങ്ങൾ തിരികെ ബസ്സിൽ കയറി. അടുത്ത സ്ഥലം ചർച്ച് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ തബ്ക എന്നാണ് അറിയപ്പെടുന്നത്. 7 നീരുറവുകളുടെ സ്ഥലം എന്നർത്ഥമുള്ള ഹെപ്റ്റാപെഗോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് തബ്കയുടെ ഉൽപ്പത്തി. ഞങ്ങൾ പള്ളിയിലെത്തി. ഇപ്പോൾ കാണുന്ന ഈ പള്ളി 1982 പണിതതാണ്. 4-ാം നൂറ്റാണ്ടിൽ പണിത ദേവാലയത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ് ഇതിൻ്റെ നിർമ്മിതി. പഴയ പള്ളിയുടെ തറയിലുള്ള മനോഹരമായ ചില മൊസൈക്കുകൾ ഇപ്പോഴും അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ വച്ചാണ് 5 അപ്പവും 2 മീനും കൊണ്ട് ഈശോ 5000-ലധികം പേരെ പരിപോഷിപ്പിച്ചത്. പള്ളിയുടെ അൾത്താരയുടെ ചുവട്ടിൽ ഒരു പാറയുണ്ട്. ആ പാറമേലിരുന്നാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത്. അൾത്താരയുടെ തറയിലുള്ള മൊസൈക്കിൽ 5 അപ്പവും 2 മീനും ഒരു കൊട്ടയിൽ വെച്ചിരിക്കുന്ന മനോഹരമായ മൊസൈക്കാട്ട് കാണുവാൻ സാധിക്കും. ഈ ദേവാലയം കണ്ടതിനു ശേഷം ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി.